ഛത്തീസ്ഗഡ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും വ്യക്തമാക്കുന്ന നിർണായക വെളിപ്പെടുത്തൽ ജനം ടിവിക്ക്. കന്യാസ്ത്രീമാർ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമാണ് പുറത്തുവന്നത്. ഇതിനിടെ ഈ പെൺകുട്ടിയുടെ മൊഴി കോടതിയിൽ തിരുത്താനുള്ള ശ്രമം മിഷണറി സംഘം നടത്തുന്നുണ്ട്. ബസ്തർ മേഖലയിൽ മുൻപ് ജോലി ചെയ്തിട്ടുള്ള സിസ്റ്റർ പ്രീതി മേരിയാണ് പെൺകുട്ടിയെ ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത്. പാചക ജോലിക്കായി കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞതും. തന്റെ കൈവശം വരാനുള്ള പണമില്ലെന്ന് പെൺകുട്ടി പറഞ്ഞെങ്കിലും എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കന്യാസ്ത്രീകൾ മറുപടിയും നൽകി. तो आप लोग मतलब कि ऐसे करना करके बताए हमको। कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए। तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले। तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़ी जुड़ के 2 लड़की मन का हो गया है करके. സഭയുമായി ബന്ധമുള്ള ദല്ലാളിനൊപ്പം പുറപ്പെട്ട പെൺകുട്ടി നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തതിനാൽ തിരിച്ചുപോക്ക് നടക്കില്ലെന്നായിരുന്നു ദല്ലാളിന്റെ മറുപടി. तो मैं बोली कि मैम कि इतना दूर मैं कैसे ओके जाऊंगी करके मैं बोली मैम. तो भैया बोले कि ट्रेन बुकिंग हो गया है ऐसा करके बोले. तो फिर बोलो. तो फिर मैं ठीक है आती हूँ बोल के फिर आ गई मैम. तो यहाँ से भी जाने का भी मन नहीं कर रहा था मैम, बार बार उधर अपने घर साइड जा जैसा लग रहा था. अच्छा, जाने का बार बार मन नहीं कर रहा था. जी भैया जीत किया. चलो चलो ट्रेन बुकिंग हो गया. जी मैम, ट्रेन बुकिंग तो उधर से आगे से आया है. तो आप लोग अभी मना कर रहे हो करके. तो मैं बोली थी कि मतलब कुकड़ी जोड़ के लोग 2 लड़की मन आ रहे हैं करके. तो फिर मैं उधर में दान जगाने. അതേസമയം സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. 20 മുതൽ 30 പേർ വരെ ഉണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. മറ്റുള്ളവർ എവിടെ നിന്നും വന്നവരാണെന്നും എങ്ങോട്ട് പോയി എന്നതിലും അവ്യക്തത തുടരുകയാണ്. बहुत सारे लोग गए हैं. बहुत सारे लोग गए. जी इधर से बहुत गए हैं बोल रहे थे. लेकिन कितने लोग गए होंगे मैम लगभग इधर के बहुत, इधर नारायणपुर क्षेत्र के लोग गए हैं. आप 10वीं तक पढ़े हो ना? जी तो कुछ तो संख्या होगा 25, 50, 100 हो सकता है मैम. आपकी जानकारी में 20-30 तक तो होंगे मैम. 20-30 तक तो होंगे जी है ना. ഇതിനിടെ ഈ പെൺകുട്ടിയെ സ്വാധീനിച്ച് മൊഴി കോടതിയിൽ തിരുത്തിക്കാനുള്ള ശ്രമം മിഷണറി സംഘം നടത്തുന്നുണ്ട്. ബസ്തറിൽ മിഷണറിമാർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിലാണ് പെൺകുട്ടിയുടെ ഗ്രാമം. മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തിയതിനാൽ ജാമ്യം കിട്ടുന്നതിന് പ്രയാസം ഉണ്ടാകുമെന്ന് നിയമോപദേശം കിട്ടിയ പശ്ചാത്തലത്തിലാണ് നീക്കം. എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണത്തിലും മതപരിവർത്തനവും അറസ്റ്റും നടന്നതായി തെളിവുകൾ. 2021 നിർബന്ധിത മതം മാറ്റത്തിന്റെ പേരിൽ ഒരു വൈദികനെയും 3 പാസ്റ്റർമാരെയുമാണ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ഭാഗൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവം. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് നടന്നതായാണ് രേഖകൾ തെളിയിക്കുന്നത്. 2021 ഭൂപേഷ് ബഘൽ മുഖ്യമന്ത്രിയായിരിക്കെ നിർബന്ധിത മതം മാറ്റത്തിൻ്റെ പേരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായത് ഒരു വൈദികനും 4 പാസ്റ്റർമാരുമാണ്. ജഷ്പൂർ ജില്ലയിലാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം അറസ്റ്റ് നടന്നത്. വൈദികൻ അരുൺ കുജൂർ, പാസ്റ്റർമാരായ ബസന്ത് ലക്ര, സാൽമൺ ഡിഗ, ഡിനോ കുജൂർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 4 പേരെ ഇവർ മതപരിവർത്തനം ചെയ്തു എന്നായിരുന്നു കേസ്. അതേസമയം നിലവിലെ കന്യാസ്ത്രീകളുടെ കേസിൽ പരസ്യമായി ഇടപെടാൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ആദിവാസി പെൺകുട്ടികളെ മനുഷ്യക്കടത്തിനുപയോഗിച്ച കേസായതിനാൽ ഇടപെട്ടാൽ തിരിച്ചടിയുണ്ടാകും എന്ന വിലയിരുത്തലിലാണ് പ്രാദേശിക നേതൃത്വം. ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.